ഹലോ ഗൈസ്, വെൽക്കം ടു രത്നാസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിത് കുറച്ച് അവിലുണ്ട് എടുത്ത് വെച്ചതായിട്ടില്ലേ. അപ്പോൾ ആ അവിലിൽ നിന്ന് ഞാൻ കുറച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കുകയാണ്. കുറച്ചെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3.5 കപ്പ് ഉണ്ടാവും. നമുക്ക് എത്ര ആവശ്യം അതേപോലെ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് എടുത്ത് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് ഞാൻ മാറ്റി വെച്ചു, എന്തിനാണെന്ന് ഞാൻ പറയാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഞാനൊരു സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കഷ്ണം ക്യാരറ്റ്, പിന്നെ ഇത്തിരി പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഏത് പച്ചക്കറി വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഏത് പച്ചക്കറി എന്ന് പറഞ്ഞാൽ ബീൻസ്, ക്യാബേജൊക്കെ ഉപയോഗിക്കാം. പിന്നെ കാഷ്യൂ, മുന്തിരി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുക്കാം നമുക്ക് വേണമെങ്കിൽ. പിന്നെ ഒരു കപ്പോളം തേങ്ങയുണ്ട്, ഇത് ഡെവറയാണത്. ഒരു കപ്പോളം തേങ്ങ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ചെറിയ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇത്തിരി ഉപ്പിട്ടിട്ടൊന്ന് ഈ തേങ്ങയും കൂടി ഒന്ന് ചേർത്തൊന്ന്, ഉപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പിടുക. മഴ പെയ്താരനെ ഉപ്പ് ഇത്തിരി ഇതായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളിത്തിരി തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് നമ്മളൊന്ന് തിരുമ്മി പിടിപ്പിക്കുക. അതിൽ ഇപ്പം ഞാൻ പറയാം ഇതെന്താണെന്നുള്ളത്. നമ്മൾ അവിൽ കൊണ്ടുള്ള ഒരു ഉപ്മാവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാണ് ഈ സംഭവങ്ങളൊക്കെ കേട്ടോ. അത് നന്നായിട്ടൊന്ന് തിരുമ്മി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടി നോക്കാം കേട്ടോ. നന്നായി തിരുമ്മി യോജിപ്പിക്കുക. വേണമെങ്കിൽ ഒരു തുള്ളി വെള്ളം വേണമെങ്കിൽ ഒന്ന് തളിച്ചു കൊടുക്കാം. തളിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. തേങ്ങ കൂടുതലുണ്ടെങ്കിൽ ആ തേങ്ങയുടെ പാല് വന്നിട്ട് തന്നെ ഇതിൽ ആവും. എനിക്ക് തേങ്ങ ഇത്തിരി കുറച്ചാണ് ഞാൻ ഇട്ടത്. ഇനി ശരീരമില്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് കുറച്ച് തേങ്ങയൊക്കെ കൂടുതലിടാം കേട്ടോ. അത് ഇപ്പം തന്നെ ചെറിയ തേങ്ങയാണെങ്കിൽ ഏറ്റവും നല്ലത്, നല്ല ടേസ്റ്റ് കൂടുതൽ കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇത് അവിടെ വയ്ക്കാം. ഞാനിതാ ഒരു ഗ്യാസ് ഓണാക്കി. ഇത് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ നന്നായി ചൂടായി. അപ്പം ഞാനിതാ ഈ അവിലിട്ട് കൊടുക്കാം കേട്ടോ. ഈ അവിലൊന്ന് നമുക്ക് വറുത്തെടുക്കണം. അതിനാണ് ഞാൻ മാറ്റി വെച്ചത്. ഇത്തിരി മാറ്റി വെച്ചില്ലേ, അപ്പോൾ ഇതൊത്തിരി ക്രിസ്പി ആയിട്ട് കിട്ടണം നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് ഞാനത് മാറ്റി വെച്ചത്. ഇതൊന്ന് മൂത്ത് വന്നിട്ട് നമുക്കിത് എടുത്ത് വയ്ക്കാം. ഇതാ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആ പാത്രത്തിലേക്ക് തന്നെ മാറ്റാം. ഇനി നമുക്ക് ഇത്തിരി കാഷ്യൂ ഇട്ട് കൊടുക്കാം. കാഷ്യൂ ഒന്ന് മൂത്ത് വരട്ടെ. കാഷ്യൂ ഞാൻ വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇത്തിരി കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിൽ ഇത്തിരി കൂടി വെളിച്ചെണ്ണ ആവശ്യത്തിനുള്ള ഒഴിക്കാം. ഇത്രയും മതി. കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം. നെയ്യിടുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും, അതിനാണ് നമ്മൾ നെയ്യിടുന്നത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. വെളിച്ചെണ്ണ മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉഴുന്നുപരിപ്പിടാം. വറ്റൽമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു, പിന്നെ ഇതാ അരിഞ്ഞ് വെച്ച് സവാള, പച്ചമുളക്, ക്യാരറ്റ് അത് ഇട്ടു.
ഇതൊന്ന് വാടി കഴിഞ്ഞാൽ മതി കേട്ടോ. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് വാടിയാൽ മതി. അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ബ്രൗൺ കളറാവേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ. രാവിലെ നമ്മൾ നനച്ച് വെച്ചിട്ടുണ്ടല്ലോ, മിക്സ് ചെയ്ത് വെച്ചില്ലേ, തേങ്ങയും അവിലും കൂടിയിട്ട് ഉപ്പും മൂന്നെണ്ണം ചേർത്തിട്ടാണ് നമ്മളിത് വെച്ചത്. അപ്പോൾ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഈ പണിയൊന്നുമില്ല. ഇനി നമ്മളിത് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇനി ഇട്ട് കൊടുക്കാനുള്ളത് നമ്മളിത് ഇവിടെ ക്രിസ്പി ആക്കിയിട്ട് വറുത്ത് വെച്ചിട്ടില്ലേ, ഇതും കാഷ്യൂ ഉണ്ട് കേട്ടോ. രണ്ടും കൂടി ഇതിലേക്ക് ഇടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഗ്യാസ് ഓഫ് ചെയ്യാൻ മറക്കണ്ട. ഓഫ് ചെയ്തു. കുട്ടികൾക്കൊക്കെ 4 മണിക്ക് വന്നാൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു നോക്കും. അവരുടെ വിശപ്പും മാറും. പിന്നെ ഹെൽത്തിയാണ്. നെയ്യൊക്കെ ചേർക്കുന്ന നേരം നല്ല ഹെൽത്തിയാണ്. അപ്പോൾ തന്നെ തീരും. വേണമെങ്കിൽ ഇത്തിരി പഞ്ചസാര ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിന് നമുക്കൊന്ന് വെതറി കൊടുക്കാം കേട്ടോ. ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് കിട്ടും. അതും വെതറിയിട്ടുണ്ട്. ഈ കാഷ്യൂ നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഞാനിതൊന്ന് ടേസ്റ്റ് നോക്കാം. നെയ്യാണ് ഇതിലെടുത്തത് കേട്ടോ. അതാണ് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കണേ. നെയ്യെടുത്ത സ്പൂണാണ് കേട്ടോ. അവിൽ വറുത്തത് കൊണ്ടാണ് ഈ ക്രിസ്പിയുടെ ശബ്ദം കേൾക്കുന്നത് കേട്ടോ. ലാസ്റ്റ് നമ്മൾ അവിൽ വറുത്ത് ചേർത്തില്ലേ, ഒന്നും പറയാനില്ല. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഇതേമാതിരി തന്നെ ചെയ്ത് നോക്കുന്നു. ഒരിക്കലും നിങ്ങൾ പിന്നെ എപ്പോഴും തന്നെ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടേയിരിക്കും. അത്രയ്ക്കും ടേസ്റ്റാണ്. താങ്ക് യു സോ മച്ച്.